കൂർമാവതാര ജയന്തി വരുന്നതും വൈശാഖ മാസത്തിലാണ്. അപ്പോൾ നമുക്കിന്ന് കൂർമാവതാരത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. ഭഗവാന്റെ ഓരോ അവതാരങ്ങൾക്ക് പിന്നിലും ഓരോ ഐതിഹ്യമുണ്ട്. കൂർമാവതാരത്തിൻ്റെ ഐതിഹ്യം എങ്ങനെയാണ്? ദേവരാജാവായിട്ടുള്ള ഇന്ദ്രൻ ഒരിക്കൽ വഴിയിൽ വെച്ചിട്ട് ദുർവാസാവിനെ കാണുമായിരുന്നു. അങ്ങനെ ദുർവാസാവ് ഇന്ദ്രന് സ്നേഹപൂർവ്വം ഭയങ്കര മണമൊക്കെ ഉള്ള നല്ല വാസനയുള്ളൊരു പൂമാല സമ്മാനിക്കുകയാണ്. സന്തോഷചിത്തനായ ഇന്ദ്രൻ മാല തൻ്റെ ആനയുടെ മസ്തകത്തിൽ അണിയിച്ചു. പൂക്കളുടെ ഈ മണം അറിഞ്ഞിട്ട് തേന് കുടിക്കാനെത്തിയ ഈച്ചകൾ ആനയെ ശല്യപ്പെടുത്തിയപ്പോൾ ആന മാല തുമ്പിക്കൈ കൊണ്ടെടുത്തിട്ട് കാൽക്കൈയിലിട്ട് ചവിട്ടി അരച്ചു. ഇത് കണ്ട ദുർവാസാവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും അങ്ങനെ ഇന്ദ്രനെ ശപിക്കുകയും ചെയ്യണം. ശക്തിയെല്ലാം ചോർന്ന് ദേവന്മാർ നിർഗുണരായി പോകട്ടെ എന്നുള്ളതായിരുന്നു ദുർവാസാവിൻ്റെ ശാപം. ശാപമോചനത്തിന് പരിഹാരം തേടിയിട്ട് ദേവന്മാർ ബ്രഹ്മാവിൻ്റെ അടുത്തിലേക്ക് പോവുകയാണ്. ശക്തിശാലികളായ അസുരന്മാർ ത്രിലോകങ്ങളും പിടിച്ചടക്കുമെന്നാണ് ദേവന്മാർ ഭയപ്പെട്ടത്. അപ്പോൾ ബ്രഹ്മാവാണ് ഉപദേശിച്ചത് പാലാഴി കടഞ്ഞ് കിട്ടുന്ന അമൃത് സേവിച്ച് അമരന്മാരാവാനും അമൂല്യ വസ്തുക്കൾ സ്വന്തമാക്കാനും. ഇതിനായി പാലാഴി കടയുക എളുപ്പമായിരുന്നില്ല. മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകി എന്ന കൂറ്റൻ സർപ്പത്തെ കയറാക്കി വേണം പാൽക്കടൽ കടയുന്നത്. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ദേവന്മാർ നിത്യശത്രുക്കളായ അസുരന്മാരുമായിട്ട് സന്ധി ഉണ്ടാക്കി. അമൃത് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് അസുരന്മാർ പാലാഴി മഥനത്തിന് തയ്യാറായി. പക്ഷേ പാൽക്കടലിൽ മന്ദരപർവ്വതം ഇടുമ്പോഴേക്കും അത് താഴ്ന്നു പോകും. എന്തു ചെയ്യും? അങ്ങനെയാണ് ഒരു സഹായത്തിനായിട്ട് അവർ മഹാവിഷ്ണുവിന് അഭയം പ്രാപിച്ചത്. മഹാവിഷ്ണു ഒരു കൂറ്റൻ ആമയായിട്ട് മാറി സമുദ്രത്തിൻ്റെ അടിയിൽ ചെന്ന് പുറം കൊണ്ട് മന്ദരപർവ്വതത്തിൻ്റെ കൂർത്ത ഭാഗം താങ്ങി നിർത്തി കടയാൻ സൗകര്യം ചെയ്തു കൊടുത്തു. ഇതാണ് കൂർമ്മ ജയന്തിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്.